ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുൾ വേവ് റെക്ടിഫയർ യൂസിങ് 4 ഡയോഡ്സ്, അതായത് അല്ലെങ്കിൽ വേറെ പേര് പറയും ബ്രിഡ്ജ് റെക്ടിഫയർ. അതായത് 4 ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഡയോഡ് ഉപയോഗിച്ചുള്ള ഒരു റെക്ടിഫയർ പഠിച്ചിരുന്നു. എന്താണ് അതിൻ്റെ പേര്? ഹാഫ് വേവ് റെക്ടിഫയർ അല്ലേ. ഒരു ഡയോഡ് ഉപയോഗിച്ചുള്ള ഹാഫ് വേവ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ 2 ഡയോഡ് ഉപയോഗിച്ചുള്ള ഒരു റെക്ടിഫയർ പഠിച്ചു. എന്താണ് 2 ഡയോഡ് ഉപയോഗിക്കുന്നതിൻ്റെ പേരുണ്ട് സെൻറ്റർ ടാപ്പ് അല്ലേ. ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ. ഇവിടെ നമ്മൾ 4 ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്ടിഫയറാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ എക്സാമിന് 2 ഡയോഡ് ഉപയോഗിച്ചുള്ള റെക്ടിഫയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സെൻറ്റർ ടാപ്പ് അങ്ങനെ ചോദിക്കുക, 2 രീതിയിൽ ചോദിക്കും. അതേപോലെ തന്നെ 4 ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ള റെക്ടിഫയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കും ബ്രിഡ്ജ് റെക്ടിഫയർ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയും. ഇത് ഇപ്പം 4 ഡയോഡ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സർക്യൂട്ടിലേക്ക് പോകാം. ഇതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ നമ്മൾ റെക്ടിഫയർ എന്തിനാണ്? എ സി എ അല്ലേ, ഇൻപുട്ട് എ സി എ ഡി സി ആക്കാൻ ഉപയോഗിക്കുന്ന അല്ലേ ഒരു ഡിവൈസാണ് എന്ത്, റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എപ്പോഴും എ സി ആയിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും, ഡി സി കിട്ടും. എ സി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സെയിം ഡയറക്ഷനിൽ പോകുന്ന കറണ്ട് നമുക്ക് കിട്ടണം. അതാണ് റെക്ടിഫയറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, നമുക്കിവിടെ 4 ഡയോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളതിന് പേര് കൊടുക്കുകയാണ് D1. അപ്പോൾ നമ്മൾ ഇതാണ് സിമ്പിൾ കേട്ടോ. ഡയോഡിൻ്റെ സിമ്പിൾ ഇതാണ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതാണ് സിമ്പിൾ. 4 ഡയോഡ് നമ്മളതിന് പേര് കൊടുക്കുകയാണ് D1, D2, D3, D4 എന്ന് പറഞ്ഞ് 4 പേര്, സിമ്പിളായിട്ടുള്ള 4 പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. അതൊന്നുമില്ല, 4 പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ ഫോമിലാണ്, റെക്ടാങ്കിൾ ഷേപ്പിൽ ഈ രീതിയിൽ ഒന്നിന് പുറകെ ഇങ്ങനെ ഈ രീതിയിൽ കണക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് വന്നത്. ഓക്കെ, പിന്നെ കണക്ഷൻ ഡയഗ്രം ശ്രദ്ധിക്കുക. 4 ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾക്കാർ ഒരേപോലെ ഒരേ ഡയറക്ഷനിലേക്കാണ് ഇരിക്കുന്നത്. ഓപ്പോസിറ്റ് വെർട്ടെക്സ് സൈഡ്സിലുള്ള ആളുകൾ ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. ഒരേ രീതിയിൽ ഇതിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് ഡയോഡിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. ആനോഡുണ്ട്, കാഥോഡ്. ഇതാണ്, ഈ ഭാഗമാണ് ആനോഡ്. ഇതിനെയാണ് നമ്മൾ കാഥോഡ് എന്ന് പറയുന്നത്. ആനോഡ് എന്ന് പറഞ്ഞാൽ പി എൻ ജംഗ്ഷനാണ് ഒരു ഡയോഡ് നമുക്കറിയാം. അതിൽ പി ഭാഗമാണ് ആനോഡ്, എൻ എന്ന് പറയുന്ന ഭാഗമാണ് കാഥോഡ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുക? ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന എപ്പോഴാണ്? ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുക. ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആനോഡിലേക്ക് പോസിറ്റീവും കാഥോഡിലേക്ക് നെഗറ്റീവും വന്നാൽ അത് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഫോർവേഡ് ബയാസ് എന്നാണ് പറയുക. ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവ് ആവുന്നതിൻ്റെ ഫോർവേഡ് ബയാസ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരേ കാര്യം അതാണ്, എപ്പോഴാണ് ഈ ഡയോഡുകൾ കണ്ടക്ട് ചെയ്യുക? ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും. അപ്പോൾ അതെങ്ങനെയാണ്? പോസിറ്റീവ് വരുമ്പോൾ ഏതൊക്കെ കണ്ടക്ട് ചെയ്യും, ഏതൊക്കെ കണ്ടക്ട് ചെയ്യില്ല, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, 2 ഡയറക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിനെ എ സി എന്ന് വിളിക്കാം. അതിനെ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ഇല്ലാത്ത ഡി സി ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രം, ഇതാണ് സർക്യൂട്ട് ഡയഗ്രം. ഇതെങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. ഇത് 4 ഡയോഡ് എടുത്തു. അതിലേക്ക് നമ്മൾ ഇൻപുട്ട് എന്താ കൊടുക്കേണ്ടത്? ഒരു എ സി സപ്ലൈ കൊടുക്കാൻ പോവുകയാണ്. എ സി സപ്ലൈ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കാം. ഓക്കെ, ഈ രണ്ട് ടെർമിനൽ അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് കാണിക്കാം. ഇവിടത്തേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? എ സി ആണ് കൊടുക്കുന്നത് അല്ലേ. എ സി സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എ സി സപ്ലൈ കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു സിമ്പിൾ ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് എ സി, ഇൻപുട്ട് എ സി. ഇൻപുട്ട് എ സി നമ്മൾ കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് എം എന്നും വെറുതെ ഈ ഒരു പോയിന്റിൽ നമ്മൾ വെറുതെ എം എന്ന് വെറുതെ കാണിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നമുക്ക് എം എന്നും ഈ ഒരു പോയിന്റിന് എൻ എന്നും എടുക്കാം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു പേര് കൊടുത്തു. നമ്മളൊരു കാര്യം പറയാൻ പോകുന്നുണ്ട്, അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ജസ്റ്റ് പേര് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഈ രണ്ട് എൻഡിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് എടുക്കാം നമുക്ക്.
അപ്പോൾ നമ്മൾ വയർ കണക്ട് ചെയ്യുന്നതായിട്ട് തന്നെ സങ്കല്പിക്കുക. RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു ലോഡ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് കേട്ടോ, അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കറണ്ട് ഫ്ലോ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് RL റെസിസ്റ്റീവ് ലോഡ് കണക്ട് ചെയ്യുക, ആ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓക്കെ, അതിന് പേര് നമ്മൾ RL എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് AC കൊടുത്തു അല്ലേ, AC കൊടുത്തു. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ AC കൊടുക്കുക. AC എങ്ങനെയാണ് ഉണ്ടാകുന്നത്? AC അല്ലേ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ AC എങ്ങനെ ഉണ്ടാവും? AC ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്കിങ്ങനെ അല്ലേ, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് AC എന്ന് പറയുന്നത്. ഇങ്ങനെ മാറി മാറി വരും, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അത് നോക്കാം. അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് നോക്കാം. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. എല്ലാവർക്കും അറിയാലോ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് നമുക്ക് പറയാം M എന്ന് പറയുന്നത് ഈ M എന്ന് അതിനുവേണ്ടി നമ്മൾ M എന്ന് പേര് കൊടുത്തത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് M പോസിറ്റീവും N നെഗറ്റീവും ആവും. ഈ M എന്ന് പറയുന്ന ടെർമിനൽ ഇവിടെ പോസിറ്റീവും N നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് M പോസിറ്റീവും N നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ നമുക്ക് M പോസിറ്റീവ് ആകുമ്പോൾ ആനോഡിൽ ഏതൊക്കെ ഡയോഡിൻ്റെ ആനോഡിലേക്ക് പോസിറ്റീവ് വരുന്നു അതൊക്കെ കണ്ടക്ട് ചെയ്യും. മറ്റു ഡയോഡുകൾ കണ്ടക്ട് ചെയ്യില്ല. നെഗറ്റീവ് വരുന്ന ആനോഡിലേക്ക് വരുന്ന കണ്ടക്റ്റുകൾ കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ പോസിറ്റീവ് വരുന്ന എവിടേക്ക് ആർക്കൊക്കെ വരുന്നത്? D1 വരുന്നുണ്ട് അല്ലേ. D1 പോസിറ്റീവാണ്. ഇതാ പോസിറ്റീവ് ഇവിടെ എത്തി. അതേപോലെ പിന്നെ ആർക്കാണ്? ഇവിടെ D4 പറ്റില്ല, D2 പറ്റില്ല. പിന്നെ നോക്കി നോക്ക്, നെഗറ്റീവ് കിട്ടുന്ന ഇവിടെ ആർക്കാ? നെഗറ്റീവ് കിട്ടുന്നത് നമുക്ക് നെഗറ്റീവ് എന്ന് വെച്ചാൽ കാഥോഡിലേക്ക് നെഗറ്റീവ് വരുന്ന ആരാ? ഇവിടെ ആനോഡിലേക്ക് പോസിറ്റീവ് വന്ന D1. നമ്മൾ അത് മാത്രം നോക്കിയോ, ഒരു കണ്ടീഷൻ മാത്രം നോക്കിയോ, ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. ഇവിടെ നെഗറ്റീവ് വരുന്ന ഇതിപ്പോൾ ആനോഡിലേക്ക് പോസിറ്റീവ് വരുന്ന വേറെ ആരുമില്ല. ഇവിടെ നോക്ക്. ഓക്കെ, ഇനി നോക്ക്, കാഥോഡിലേക്ക് നെഗറ്റീവ് വരുന്ന ആഴാ? ഇതാ കാഥോഡിലേക്ക് നെഗറ്റീവ് D3 എന്ന് പറയുന്നതിൽ കാഥോഡിലേക്ക് നെഗറ്റീവ് വന്നില്ലേ? ഓക്കെ, അപ്പോൾ അതും കണ്ടക്ട് ചെയ്യും. ഇവിടെ ആനോഡിലേക്ക് പോസിറ്റീവ് വന്നു, അപ്പോൾ എന്ത് കിട്ടും? കാഥോഡിലേക്ക് നെഗറ്റീവ് കിട്ടും. ഇവിടെ അതേപോലെ കാഥോഡിലേക്ക് നെഗറ്റീവ് വന്നു, അപ്പോൾ ആനോഡിലേക്ക് പോസിറ്റീവ് ഇതുവഴി കിട്ടിക്കോളും. ഓക്കെ, അപ്പം ഈ രണ്ട് ഡയോഡ് എന്താണ് നമുക്ക് എന്താ പറയുക? ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറയാം. അതായത് ഇത് രണ്ടും കടത്തിവിടും, കറണ്ടിനെ കടത്തിവിടും. കടത്തിവിടുക, സ്വിച്ച് ഓൺ ആക്കി പോലത്തെ ഒരവസ്ഥ. ഇത് രണ്ടെണ്ണോ, ഈ രണ്ട് ഡയോഡുകൾ എന്താ? ഈ രണ്ട് ഡയോഡ് റിവേഴ്സ് ബയാസ്ഡാണ്. കാരണം വെച്ചാൽ ആനോഡിലേക്ക് നെഗറ്റീവും കാഥോഡിലേക്ക് പോസിറ്റീവുമാണ് വന്നിരിക്കുന്നത്. അത് ഇത് രണ്ടും എന്തായിരിക്കും? D4ഉം D2ഉം റിവേഴ്സ് ബയാസും D1ഉം D3ഉം ഫോർവേഡ് ബയാസ്ഡും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷനിൽ, അതായത് പോസിറ്റീവ് ഇവിടെ ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ M പോസിറ്റീവ് N നെഗറ്റീവ്, ഈ കണ്ടീഷനിൽ ആരൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? D1ഉം D3ഉം കണ്ടക്ട് ചെയ്യും, D2ഉം D4ഉം കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ടും ഒരു സ്വിച്ച് ക്ലോസ് ആക്കിയ പോലെയും ഇത് രണ്ടും ഒരു സ്വിച്ച് ഓപ്പൺ ആക്കി വെച്ച പോലത്തെ അവസ്ഥയായിരിക്കും. അതാണ് നമുക്ക് ഇവിടെ ഒരു ഫിഗറിൽ നമുക്ക് കാണാം. D1 D2 കണ്ടില്ലേ, ക്ലോസ് ആയി. D2 D4 എന്താണ്? ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക? നമുക്കൊന്ന് വരച്ച് നോക്കാം കറണ്ട് ഫ്ലോ. അപ്പോൾ കറണ്ട് ഫ്ലോ നമുക്കൊന്ന് വരച്ച് നോക്കാം. എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഇവിടുന്ന് കറണ്ട് ഫ്ലോ തുടങ്ങുകയാണ് അല്ലേ. കറണ്ട് ഫ്ലോ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏതൊക്കെയാണ് ഈ കണ്ടീഷനിൽ? M പോസിറ്റീവ് N നെഗറ്റീവ് എന്ന കണ്ടീഷനിൽ ഏതൊക്കെയാണ്? ഇത് ഓപ്പണാണ്, D4 ഇത് ഓപ്പണാണ്, D2 ഓപ്പണാണ്. ഇത് രണ്ടുമാണ് ക്ലോസ്ഡ്. അതായത് ഇത് D1ഉം D3 ആണ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ കറണ്ട് വരുന്ന പാത്ത് നോക്കി ഞാൻ വരയ്ക്കാം. ഇതിലേ വന്ന് ഇവിടെ എത്തി, ജംഗ്ഷനിലെത്തി. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് വഴിയില്ല. വഴിയുള്ളിടത്ത് കൂടെയാണല്ലോ പോവുക. അപ്പോൾ D1 എന്താണ്? ക്ലോസ്ഡ്. അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, ഫോർവേഡ് ബേസ്ഡ് ആണ്. സ്വാഭാവികമായിട്ട് ഇതിലേക്ക് കയറി ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. D2 സ്വിച്ച് എന്താണ്? റിവേഴ്സ് ബയസ്ഡാണ്. അതായത് ഓപ്പൺ ചെയ്തവരൊക്കെ പോലെയാണ്, ഓപ്പൺ ആണ്. ഇവിടെ ഇല്ല, ഇങ്ങോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ ഇതുവഴി ഇതിലേ വന്ന് ഈ RL ലോഡ് റെസിസ്റ്റൻസിലൂടെ കറണ്ട് കയറി ഇതിലേ വന്ന്
ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഇത് ഓപ്പണാണ്, D4 ഓപ്പണാണ്, D4ഉം D2 ഓപ്പണാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ ഇങ്ങോട്ട് നോക്കാം D3 എന്താ? D3 കണ്ടക്ട് ചെയ്യാൻ നിൽക്കുകയാണ്, ഫോർവേഡ് ബയസ്ഡാണ്. D1 പോലെ തന്നെയാണ് D3 ഫോർവേഡ് ബയസ്ഡാണ്. അപ്പോൾ ഇതിലേ കയറി തിരിച്ച് വിടുത്തു. അപ്പോൾ കറണ്ടിൻ്റെ പാത്താണ് ഈ കാണുന്നത്. കറണ്ടിൻ്റെ പാത്താണ് ഇതിലേ ഒഴുകി. അപ്പോൾ നമുക്ക് RL എങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ വന്നത്? RL ഇങ്ങനെ കറണ്ട് ഡയറക്ഷൻ വന്നു. അപ്പോൾ ഇതിലേക്ക് കയറി കറണ്ട് തിരിച്ച് എത്തി, സോഴ്സിലേക്ക് എത്തി. ഓക്കെ, ഇതാണ് എപ്പോൾ സംഭവിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നടക്കുന്നത്. അത് M പോസിറ്റീവും N നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ D1ഉം D3യും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഇത് രണ്ടും ഇവിടെ ഇല്ല, ഇത് രണ്ടും റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അത് രണ്ടും ഇവിടെ ഇല്ലാത്ത പോലെ. അപ്പോൾ ഇവിടെ ഓപ്പണായി കിടക്കും. ഇങ്ങോട്ട് കറണ്ടിന് പോകാൻ വഴിയില്ല. ഈ രണ്ട് വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഈ രണ്ട് ഭാഗം ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്. റിവേഴ്സ് ബയസ് എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാത്ത പോലെ തന്നെ ആണ്. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? കറണ്ട് ഇതിലേ പോവുക, ഇങ്ങനെയല്ല പോവുക, ഇങ്ങനെ പോവും. കണ്ടോ? ഇങ്ങനെ പോയി ഇവിടെ എത്തും അല്ലേ? അങ്ങനെ ഫോർവേഡ് ബയസിൽ നമുക്ക് ലോഡ് റെസിസ്റ്റൻസിലൂടെ ഈ ഡയറക്ഷനിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താണ്? M നെഗറ്റീവ് ആയിരിക്കും അല്ലേ? M നെഗറ്റീവും N പോസിറ്റീവും ആയിരിക്കും. എപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് M നെഗറ്റീവും N പോസിറ്റീവും, അത് N എന്ന് പറയുന്ന ഈ ഭാഗം നെഗറ്റീവും N പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ നോക്ക്. അപ്പോൾ നമുക്ക് ഈ 4 ഡയോഡിൽ ആരൊക്കെ ഫോർവേഡ് ബയസ്, ആരൊക്കെ റിവേഴ്സ് ബയസ് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഇവിടെ നോക്കുക, M നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കാഥോഡിലേക്ക്, അതായത് ഈ ഡയോഡിൻ്റെ കാഥോഡിലേക്ക് നെഗറ്റീവ് വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഇവിടെ ഇപ്പോൾ ആനോഡിലേക്ക് നെഗറ്റീവ്, അപ്പോൾ D1 എന്താണ്? റിവേഴ്സ് ബയസ് ആണ്. ഇവിടെ നോക്കുക, ഇവിടെ കാഥോഡിലേക്ക് നെഗറ്റീവ് കിട്ടി. അപ്പോൾ കാഥോഡിലേക്ക് നെഗറ്റീവ് കിട്ടി. അപ്പോൾ ഇതെന്താവും? കണ്ടക്ട് ചെയ്യും. ഇനി ഇവിടെ നോക്ക്, ഇനി എവിടെയാണ് N പോസിറ്റീവായിട്ട് വരുന്ന എവിടെയാണ്? ഇവിടെ കാഥോഡിലേക്ക് പോസിറ്റീവ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയസ് ആണ്. D2 ഫോർവേഡ് ബയസ്. കാരണം എന്താ? ആനോഡിലേക്ക് ആര് കിട്ടി? N പോസിറ്റീവ് കിട്ടി. അപ്പോൾ D2 ഫോർവേഡ് ബയസ്ഡാണ്. ഇവിടെ കാഥോഡിലേക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. അപ്പോൾ D4 എന്താണ്? ഫോർവേഡ് ബയസ്ഡാണ്. അപ്പോൾ ഇവിടെ ആരൊക്കെ ഫോർവേഡ് ബയസ്ഡ്? D4ഉം D2 അല്ല, D4ഉം D4 എന്താണ്? ഫോർവേഡ് ബയസ്ഡാണ്. അപ്പോൾ ഇത് രണ്ടും എന്തായി? ക്ലോസ്ഡ് ആയി. ഇത് രണ്ടും സ്വിച്ച് ഓണാക്കിയ അവസ്ഥയാവും. ഇത് രണ്ടും ഓണ്. ഈ D1 D4 റിവേഴ്സ് ബയസ്ഡാണ്. അപ്പോൾ ഇത് രണ്ടും എന്താ? ഓപ്പൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്വിച്ച് ഓഫ് കണ്ടീഷൻ ആയ പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് എന്താ? ഇത് രണ്ടും ഇവിടെ ഇല്ല, D1 D4 ഇല്ലാത്ത പോലെ തന്നെയാണ്. അത് നമുക്ക് മായ്ച്ചു കളയാം. ഇല്ല, ഇവിടെ അത് ഓഫ് എന്ന് പറഞ്ഞാൽ അതില്ല എന്നാണ് അർത്ഥം. അത് ഓഫ്, അവിടെ അങ്ങോട്ട് വഴിയില്ല, ഇത് വഴിയില്ല. ഈ രണ്ട് വഴി മാത്രമേ ഉള്ളൂ. കറണ്ടിന് പോകാൻ ഈ D4ഉം ഈ D2 മാത്രമേ എന്തുള്ളൂ? ആ വഴി മാത്രമേ ഇപ്പോൾ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ പാത്തൊന്ന് വരച്ച് നോക്കാം. അല്ലേ? ഇവിടെ നിന്ന് N പോസിറ്റീവാണ്. ഇവിടെ തുടങ്ങും അല്ലേ? പോസിറ്റീവ് തുടങ്ങി ഈ വഴി എത്തി. ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഇല്ല. ഈ രണ്ട് ഡയോഡ് റിവേഴ്സ് ബയസ്ഡായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് ഓപ്പൺ ആണ്. ആ ഡയോഡ് ഇവിടെ ഇല്ലാത്ത പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വഴിയേ ഉള്ളൂ. ഇതിലേ പോയി ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല കറണ്ടിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് ഇതിലേ കയറി. അപ്പോൾ നമുക്ക് കറണ്ട് ഡയറക്ഷൻ നോക്ക്, കണ്ടോ? ഇതിലേ കയറി ഇവിടെ D4ൽ കൂടെ കയറി തിരിച്ചിവിടെ എത്തി അല്ലേ? ഇതിലേ വന്ന് ഇതിലൂടെ പോയി ഇങ്ങനെ വന്ന് അല്ലേ? ഇവിടെ തിരിച്ചിവിടെ എത്തുകയാണ്. തിരിച്ച് സോഴ്സിൽ തന്നെ റിട്ടേൺ എത്തുകയാണ്. അപ്പോൾ RLലൂടെ കറണ്ട് ഒഴുകിയ ഡയറക്ഷൻ എങ്ങനെയാണ്? താഴത്തേക്ക്. തൊട്ട് മുമ്പ് RLലൂടെ കറണ്ട് ഒഴുകിയ ഡയറക്ഷൻ താഴത്തേക്ക് തന്നെ അല്ലായിരുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ? തൊട്ട് മുമ്പ് ഡയറക്ഷൻ ഒഴുകിയ താഴത്തേക്ക് തന്നെയായിരുന്നു. അതിനർത്ഥം എന്താ? ഈ ലോഡ് റെസിസ്റ്റൻസിലൂടെ ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. ഒരേ ഡയറക്ഷനിൽ ഒഴുകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത് DC ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? DC കിട്ടും. നമ്മൾ AC നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? DC കിട്ടി. ഇവിടെ ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. ഇവിടെ രണ്ട് ഡയറക്ഷനാണ്. ഒരേ ഡയറക്ഷനിൽ നമുക്ക് ഗ്രാഫ് സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കാം? ഔട്ട്പുട്ട് ഈ രീതിയിൽ വരും ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമുക്ക് വേവ് ഫോം നോക്കാം. വേവ് ഫോം
വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറയുന്നത് AC ആണല്ലേ. അപ്പോൾ ഇതാണ് AC, ഇതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് അല്ലേ, ഇതാണ് ഇൻപുട്ട് അല്ലേ. ഇതാ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത്, AC വരികയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്, രണ്ട് ഡയറക്ഷനിലാണ് ഇൻപുട്ട് വരുന്നത്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി ഇങ്ങനെ വരികയാണ്. അതായത് വ്യത്യസ്ത ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ ഇതിൽ ഒരു ഡയറക്ഷനിൽ മാത്രം ലഭിക്കുകയാണ്. നമുക്ക് ഇതുണ്ടോ, ഒരു ഡയറക്ഷനിൽ മാത്രം കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാമെന്ന് ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കാം. ഓക്കെ, അതായത് നമുക്ക് ഇൻപുട്ട് വരയ്ക്കാം. ഇൻപുട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഓരോ ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കണം. ഈ താഴത്തേക്ക് ഇങ്ങനെ ഡാഷ് ലൈൻ വരയ്ക്കണം. എന്നാലും നമുക്ക് ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിൽ വെച്ച് വരയ്ക്കണം. ഇവിടെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ താഴത്തെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴത്തേക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഒരേപോലെ ഒരേ അളവിൽ വരണം കേട്ടോ. ഞാനിവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഒരേ അളവിലായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻപുട്ട് ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ, ഇത് നെഗറ്റീവ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് അല്ലേ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ നോക്കാം, ഇത് ഇൻപുട്ട് എന്താണ്, AC അല്ലേ, AC. ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് ഇതാണ് നമുക്കിനി ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. ഔട്ട്പുട്ട് കിട്ടാൻ നോക്കാം. നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയായിരുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആരായിരുന്നു കണ്ടക്ട് ചെയ്തത്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇവിടെ നോക്കാം. നമുക്കറിയാം D1ഉം D3യും കണ്ടക്ട് ചെയ്തു അല്ലേ, ഇതുവഴി ഇങ്ങനെ D3 ഇതുവഴി D1ഉം D3യും കണ്ടക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് D1ഉം D3യും കണ്ടക്ട് ചെയ്തത് ഫോർവേഡ് ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പം നമുക്ക് അവിടെ നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആരാ കണ്ടക്ട് ചെയ്യുന്നത്, D1ഉം D3 അല്ലേ, D1 D3. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂലേ, ഔട്ട്പുട്ട് കിട്ടി. നമുക്ക് പേര് ആരാ കണ്ടക്ട് ചെയ്തത്, D1 D3. ഓക്കെ, ഇനി അടുത്ത നോക്ക്. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ആര് കണ്ടക്ട് ചെയ്യുന്നത്, D1 D2 ഓപ്പൺ ആണ്, അത് റിവേഴ്സ് ബയസറാണ്. D2 D4ഉം ഫോർവേഡ് ബയസറാണ്. ആരെ കണ്ടക്ട് ചെയ്യുക, D2 D4ഉം. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ആര് കാരണം, D2 D4ലൂടെയും വരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് വരയ്ക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്. ആര് ഏത് വഴിയാണ്, D2 D4ലൂടെയും വരുന്ന ഔട്ട്പുട്ട് ഉണ്ട്. D2 D4. ഓക്കെ, ഇനി അടുത്ത ആദ്യത്തെ സൈക്കിൾ വന്നു. രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 D4. പിന്നെ ആര് വരുന്നത്, വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണ്. അപ്പോൾ ആര് തന്നെ കണ്ടക്ട് ചെയ്യും, D1ഉം D3യും. പിന്നെ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ D1 വീണ്ടും അഗൈൻ ഇത് റിപ്പീറ്റ് ചെയ്യും, D1 D3. പിന്നെ ആരാണ്, D2 D4. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതെന്താ, ഒരു ഡയറക്ഷനിലുള്ള സപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, അത് DC ആണ്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ കാണാൻ ഒരു പൾസേറ്റിംഗ് ആണ് അല്ലേ. നമുക്കൊരു ബാറ്ററിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് പ്യുവർ DC എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫ് വരച്ച്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇത് വേരി ചെയ്യുന്നുണ്ട്. EMF ഇങ്ങനെ 0 നിന്ന് മാക്സിമം എത്തി, പിന്നെ 0 നിന്ന് മാക്സിമം എത്തി, ഇങ്ങനെ വേരി ചെയ്തു. അപ്പോൾ നമുക്ക് പൾസേറ്റിംഗ് എന്ന് പറയും, പൾസേറ്റിംഗ് DC എന്ന് പറയാം. പക്ഷേ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഈ പൾസേറ്റിംഗ് DCനെ പ്യുവർ DC ആക്കി മാറ്റാൻ പറ്റും. കുറേയൊക്കെ പറ്റും. ഇതിൻ്റെ ഈ DC ഔട്ട്പുട്ടിലും ഇങ്ങനെ പൾസേറ്റിംഗ് DC ആണ്. അതിനർത്ഥം ഔട്ട്പുട്ടിലും AC കണ്ടന്റ് ഉണ്ട് എന്നർത്ഥം. ഇതിൻ്റെ ഔട്ട്പുട്ട് DC ആണെങ്കിൽ പോലും അതിലെന്തുണ്ട്, ഒരു AC കണ്ടന്റ് വരുന്നുണ്ട് എന്നർത്ഥം. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വഴിയാണ്
ഈ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യും. ഈ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ ഔട്ട്പുട്ടിലേക്ക് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന AC കണ്ടൻറ്റ് അതിന് നമ്മൾ റിപ്പിൾ എന്നാണ് പറയുക. അതിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഈ പൾസ് ഉണ്ടല്ലോ, അതിന് റിപ്പിൾസ് എന്നാണ് നമ്മൾ പറയുക. അതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആര് കണക്ട് ചെയ്താലാണ്? ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ അതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം കപ്പാസിറ്റർ AC കടത്തി വിടും, DC ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഔട്ട്പുട്ട് ഭാഗത്ത് ഇവിടെയായിട്ട് ലോഡിന് അക്രോസ് ആയിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഔട്ട്പുട്ടിനെ കുറച്ചുകൂടെ പ്യുവർ DC ആക്കി മാറ്റാൻ പറ്റും. ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന AC കണ്ടന്റ് പൾസേറ്റിംഗ് മാറ്റി കുറേ കൂടി പ്യുവർ DC ആക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഗ്രാഫ് എന്തായി മാറും? നമ്മൾ ഗ്രാഫ് ഏകദേശം ഒരു പ്യുവർ ഇതിലേക്ക് ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ കിട്ടില്ല. ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ കിട്ടിയാലാണ് പൂർണ്ണമായിട്ട് പ്യുവർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതൊന്ന് കപ്പാസിറ്റർ ആക്കി കഴിഞ്ഞാൽ ഈ പൾസേറ്റിങ്ങിൻ്റെ ഇത് കുറയും. ആ വേരിയേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ആ റിപ്പിൾ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം ഔട്ട്പുട്ട് ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ കിട്ടും. ഫുൾ സ്ട്രൈറ്റ് ലൈൻ കിട്ടില്ല, ചെറിയൊരു വളവിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. എപ്പോഴാണ്? കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ടാണ് ഈ ലാസ്റ്റ് കാണുന്നത്. ഓക്കെ, ഇത് ഇൻപുട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്ന് വരുന്നത് ഇങ്ങനെ DC അല്ലേ? ഈ DC നമുക്ക് കിട്ടും. ഇതിനകത്ത് ചെറിയൊരു AC കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അഥവാ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഔട്ട്പുട്ടിൽ AC കണ്ടന്റിനെ ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്? കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെക്ടിഫയറിൽ ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുന്ന ആരാന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? കപ്പാസിറ്റർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വർക്ക്. ഫുൾ വേവ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ തന്നെയാണ് അല്ലേ? ഇതിങ്ങനെ ഫുൾ വേവാണ്. ഇവിടെ ഗ്യാപ്പൊന്നും വരുന്നില്ല. ഹാഫ് വേവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഉണ്ടാവുക. ഇവിടെ വന്ന് പിന്നെ ഒരു വേവിൻ്റെ ഒരു ഹാഫ് സൈക്കിളിൻ്റെ ഗ്യാപ്പ് വന്നിട്ടാണ് അടുത്ത വരുന്നത്. ഇതിനാണ് ഹാഫ് വേവ് എന്ന് പറയുന്നത്. ഫുൾ വേവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പും ഇല്ല, ഫുൾ വേവായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഇത്രയാണ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ പറ്റി പറയാനുള്ളത്.